എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകണേ. അപ്പോൾ ഞാനും രാജേട്ടനും കൂടിയിട്ട് പൂള പറിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം രാജേട്ടന് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യമോളും ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇൻട്രൊഡക്ഷൻ പറയുമോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറയണല്ലേ. എടുത്തോ. സൂര്യ ഇരിക്കണ സൂര്യ എവിടെ ഞാൻ കാണില്ല. കൈ നോക്കിക്കോളൂ. ഈ കൈ കൊണ്ട് വയ്ക്കൊന്നുമില്ല. അമ്മേ പതുക്കെ പറിച്ചാൽ മതി. ആദ്യം പുല്ല് വെട്ടണ്ടേ. സൂപ്പർ സൂപ്പർ. ഫോട്ടോഗ്രാഫി അമ്പലം അമ്പലം എന്തൊന്നും പറയാത്ത എന്തേലൊക്കെ പറയേ. അല്ലെങ്കിൽ കാണാൻ അങ്ങനെ പറയണ് ക്യാമറ ഓൺ ആക്കാത്തതിന്റെ മുന്നേ. ഓ എല്ലാത്തിനും എത്രങ്ങാനും വലുപ്പല്ല അത്. റിച്ച് പറ. അപ്പോൾ പൂള പറിച്ചെടുത്തപ്പോൾ ആ മണ്ണിൻ്റെ ഇടയിൽ അതിൻ്റെ പകുതി ഉണ്ട് കേട്ടോ. അപ്പോൾ പറിച്ചെടുത്തപ്പോൾ പൊട്ടിപ്പോകുന്നതാണ് പകുതി മണ്ണിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കളച്ച് നോക്കുകയാണ് കേട്ടോ, കിട്ടുമല്ലേ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ ഈ സൈഡിൽ നോക്കിയപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ നോക്കിക്കണോണ്ട് കാണുന്നുണ്ട് പൊട്ടിയ ഭാഗം, അതായത് അതിൻ്റെ പകുതി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്തെ സൈഡിലുണ്ട്, അപ്പുറത്ത് കളച്ച് നോക്കിയാൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അവിടെ ആക്കണം, അവിടെ ആ വെള്ള കാണില്ലേ, അതിൻ്റെ അതല്ല അതിൻ്റെ അപ്പുറത്ത് ആക്കണ്. ആ കാണുന്ന വെള്ളം അല്ലേ? ആ അല്ലേ അതൊക്കെയാണല്ലോ വീഡിയോയിൽ പറയും. അമ്മ എൻ്റെ തല അത് വലുതല്ലേ. കിട്ടിയോ? അങ്ങനെ കളച്ച് ലാസ്റ്റ് അവസാനം കിട്ടിയിട്ടോ. അപ്പോൾ പകുതി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് പകുതി മണ്ണിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് പറഞ്ഞല്ലോ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത് കളച്ച് അവസാനം കിട്ടി. പിന്നെ അത് അവിടെയൊക്കെ മണ്ണൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ, നിരത്തി അതൊക്കെ ആകെ ശരിയാക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ അവിടെ കളച്ച് വെച്ചേമ്മ റിച്ച് വന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫിയാണ്, ഇങ്ങനെ വീഡിയോഗ്രാഫിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നിട്ട്, ഞങ്ങൾ ചായ കുടിക്കുന്നതിന് മുന്നേ ഇതൊന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മഴയും പെയ്തൊരു ടൈമൊക്കെയാണ്. അപ്പോൾ മഴ പെയ്യണതിൻ്റെ മുന്നേ അതൊന്ന് സെറ്റാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇതൊന്ന് തീർത്തിട്ട് ചായ കുടിക്കാൻ നിന്നത് കേട്ടോ. എന്താ പറയാനുള്ളത്? എടുത്തുക്കണല്ലോ. ആയിട്ടില്ല അതൊക്കെ കുറേ വട്ടം മറന്നോളൂ. ഞാൻ അതും കൊണ്ട് വരാം.
ഇതും കൊണ്ട് വരാം. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പൂളൊക്കെ പറിച്ച് വെച്ച് പൂളൊക്കെ കഴുകാൻ നിൽക്കാറുണ്ട്. അപ്പോൾ കത്തി കഴുക്കോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ അപ്പോൾ അതിന്മേലൊക്കെ നിറച്ച് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴുകിയേക്കണ ഞാനല്ല കേട്ടോ, രാജുവേട്ടനാണ്. അപ്പോൾ അത് രാജുവേട്ടൻ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. രാജുവേട്ടനെ ഞാനൊന്നും ചായ കുടിച്ചിട്ടില്ല, അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളി വാട്ടിയത് കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കുക പറഞ്ഞാൽ ഞാൻ ചോറാണ് രാവിലെ ഉണ്ടത്. കാരണം രാവിലത്തെ ചായക്കടി അറിയണത് റവ ഉപ്പുമാവാണ്. എനിക്ക് നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് അങ്ങനെ കഴിക്കണതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നാളികേരമൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ ഞാൻ ചോറാണ് കേട്ടോ കൂട്ടിയത്. അപ്പോൾ രാജേട്ടൻ പിന്നെ ഉപ്പുമാവൊക്കെ കഴിക്കും, അതിനോടൊക്കെ താല്പര്യമുണ്ട് കേട്ടോ. എനിക്ക് ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഉള്ളി വാട്ടിയിട്ട് ചോറാണ് രാവിലെ കഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂള പറിച്ച് വെച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാറൂത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാറൂത്തയും കൂട്ടിയിട്ട് പൂളയും കാറൂത്തയും കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കാറൂത്ത ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇത് ഞാൻ നന്നാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജേട്ടൻ ഇത് നന്നാക്കണം. അപ്പോൾ പിന്നെ എൻ്റെ കാറൂത്ത നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ രാജേട്ടനും ഇപ്പം കൂടിയിട്ട് ഇങ്ങനെ നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേട്ടൻ ജോലിയിലൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ കാണലില്ല എന്നുള്ളൂ, രാജേട്ടൻ സഹായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ തമ്പുലൈനൊക്കെ ഏകദേശം ഇതൊക്കെ ഇട്ടാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. തമ്പുലൈന് വേണ്ടിയിട്ട് ക്യാമറമൊക്കെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ ലാസ്റ്റ് കഴിപ്പില്ലേ കഴിക്കുക വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂളറച്ചിട്ട് വെച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കിടല്ലേ അത് ഒലുമ്പി ഇതിൽ വെക്കല്ലേ ഇടല്ലേ അതാ കുഴപ്പമില്ല. ചാടി ഇതിനേക്കാൾ നല്ല കാണില്ല ചാടി. അങ്ങനെ പൂളയും കറുവത്തൊക്കെ ക്ലീനാക്കി നല്ലപോലെ കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെക്കണതിൻ്റെ മുന്നേ അപ്പോൾ തീ കത്തിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഈ അപ്പോൾ എന്നുള്ളത് വീഡിയോയിൽ നല്ലോണം വരുന്നുണ്ടല്ലോ. ഈ വീഡിയോയിൽ പറയുമ്പോൾ എന്താ, പിന്നെ പറയുമ്പോൾ പിന്നെന്താ അത് വരികയാണ്, പിന്നെ അതും വരികയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ കുറക്കാൻ ഞാൻ നോക്കാം. ഈ അപ്പോൾ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കണ്ടോ പിന്നെ അങ്ങനെ ഞാൻ തീയൊക്കെ കത്തിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കനലൊക്കെ ഏകദേശം വെണ്ണീരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കനലും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ പിന്നെ തീയൊക്കെ കത്തിച്ചെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഉപ്പുമാവ് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇതും ഒരു തമ്പിലൈന് വേണ്ടിയിട്ടുള്ള നൃത്തമാണ് കേട്ടോ. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ എന്നാൽ കുറച്ച് ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ എന്നാൽ കുറച്ച് ക്ലിയർ ഉണ്ടാവും, അപ്പോൾ തമ്പിലൈന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇതും തമ്പിലൈന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ക്ലിയർ നോക്കണം, പക്ഷെ എൻ്റെ ഫോണിൽ എങ്ങനെ നോക്കിയിട്ടും ക്ലിയർ ഉണ്ടാവണില്ല. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൂള പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതും തന്നെ അടുപ്പത്ത് വെച്ചപ്പോൾ വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടക്കേണ്ട ആവശ്യമൊന്നും സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല. പിന്നെയും ഞാനൊന്നും കൂടി ഒന്ന് ചെറുതാക്കി ഉടച്ചു എന്നുള്ളൂ. അത് വേഗം വെന്ത് കഴിഞ്ഞിട്ട് ഉടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം അവിടെ ഉണ്ടായിരുന്ന വിറകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിറകൊക്കെ എടുക്കാൻ വന്ന കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വിറകെടുക്കലും പാടെ നടക്കണില്ല. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ ഒന്ന് കട്ടാക്കി അവിടെ. അങ്ങനെ വിറകൊക്കെ ചെറുതാക്കിയതിന് ശേഷം ഇവിടെ ഞങ്ങൾ നന്നാക്കി ഇട്ടതിൻ്റെ സംഭവം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തൊലിയൊക്കെ കളഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനയക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഉണക്കമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നു, കവറിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ളം വേണം. ഞാൻ കൂട്ടാൻ രൂപത്തിലല്ല ഉണ്ടാക്കിയത്.
എനിക്ക് കൂട്ടാൻ രൂപത്തിൽ ഉണ്ടാക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് കറി വേണം കേട്ടോ. ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി വേണം കേട്ടോ. പൂളക്കറിയൊക്കെ ആകുമ്പോൾ കറി വേണം. അങ്ങനെ അതായത് ഏകദേശം വെന്ത് റെഡി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വറവിടാൻ അത് ചൂടാണ്ട് അല്ല പൊട്ടിക്കാണ്ട് നോക്കി എന്തേലും പറയൂ. ഞാൻ ജയിപ്പിക്കണ നോക്കിയത്. ഞങ്ങള് ഇത് വറവിടാൻ പോവാണ്. അപ്പോൾ ഇതായിട്ടോ നമ്മളെ കടുകൂട്ടാനാണ്. കടുകണ്ട കടുകാണ് ഇതാ. പിന്നെ അതിനെന്താ പേര്? കടുകൂട്ടാനായി. പിന്നെ എന്തൊക്കെ നമ്മളിട്ടേ? കറുത്ത പൂള, പിന്നെ ചേമ്പ്, പച്ചവരക്ക. ഇതാ അവിടെ ഉണക്കോളം മുളക് ഞാൻ റെഡിയാക്കി വെച്ചേക്കണം. അത് എന്തൊക്കെ ഇട്ടേ പറക്ക്? ഏതായി ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കണല്ലോ. കറുത്ത പച്ചമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അല്ല കർമുസ. പിന്നെ എന്താ? പൊട്ടിയിട്ടില്ല. ഇതിടണ്ടേ? ഏതാ അതിന് ഇടണ്ട. നിങ്ങൾ എന്തിനും ഇതെടുത്തോണ്ട് അങ്ങനെ സംഭവമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറവിടാൻ നിൽക്കുകയാണ്. ഒരു കരുവേപ്പിൻ്റെ ഇല പറിക്കാൻ പോയി രാജേട്ടന്. കരുവേപ്പിൻ്റെ ഇല പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ രാജേട്ടനോട് ഞാൻ വറവിട് വെച്ചപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഞാൻ വറവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേട്ടൻ വറവിടാൻ നിൽക്കുകയാണ് കേട്ടോ. ആദ്യം എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുക്, പിന്നെ ഉണക്കമുളക്, പിന്നെ ഉണ്ടോ വേപ്പിലൊക്കെ ഇട്ടത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ. നിറമൊക്കെ മാറി വരണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പൂളക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂട്ടാൻ രൂപത്തിലാക്കി കഴിക്കണം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ ഇതൊക്കെ ഏകദേശം ഇങ്ങനെ വറവിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയിൽ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ സംഭവം അത്യാവശ്യം നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വറവിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ വേറെ വല്ല ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കണമെങ്കിൽ എന്താ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് അറിയണ പോലെ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചേർക്കണുണ്ടാവും. അപ്പോൾ ഞാനിതൊക്കെയാണ് കേട്ടോ ചേർത്തത്. അങ്ങനെ ഏകദേശം റെഡിയായി. അങ്ങനെ രാജേട്ടന് ഇത് വറവിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. ഇപ്പോൾ രാജേട്ടന് അത് കഴിക്കാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അപ്പം തന്നെ ടേസ്റ്റ് വെക്കണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ ചോറുണ്ടപ്പോഴൊക്കെയാണിത് ടേസ്റ്റ് നോക്കി അങ്ങനെയൊക്കെ കഴിച്ചത് കേട്ടോ. അങ്ങനെ പൂളക്കൂട്ടാനൊക്കെ വറവിട്ട് ഒരു സൈഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജേട്ടന് അതും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് പൂളക്കൂട്ടാനും അച്ചാറും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. എനിക്ക് പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. അതൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ ആൾക്കാരെ വെള്ളമൊക്കെ മാറ്റി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ കനലുണ്ടാവും അടുപ്പിൽ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിനുള്ള ചോറ് വെക്കണമല്ലോ. അപ്പോൾ അതിനില്ല കുടുക്കയിലുള്ള വെള്ളം ഞാൻ അപ്പം തന്നെ അടുപ്പത്ത് വെക്കും. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ചൂടായിട്ടുണ്ടാകും. അത് ഞാൻ എന്നും ചെയ്യണ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.